Hello friends, welcome back to Vinus Vlogs and Kitchen. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബ്രെഡ് ഹൽവയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 9 മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ബ്രെഡിൻ്റെ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡിലെ ആ ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാലേ നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരേ കളർ ആവുള്ളൂ. സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് റസ്കിൻ്റെ ഷേപ്പിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. റസ്കിൻ്റെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടി ചൂടായ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ബ്രെഡ് സ്ലൈസസ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം അതർ സൈഡ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന് പകരം നെയ്യിൽ ഫ്രൈ ചെയ്താൽ കുറേ കൂടെ ടേസ്റ്റി ആയിരിക്കും. ബ്രെഡെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് കാഷ്യൂ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കിസ്മിസ് കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിന് ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് സിറപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സിറപ്പ് നന്നായിട്ട് തിളച്ച് കയ്യിലൊട്ടുന്ന ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്തിരുന്ന ബ്രെഡെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ബ്രെഡെല്ലാം സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡെല്ലാം ചേർത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്പാറ്റുല വെച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ബോയിൽ ചെയ്തതിന് ശേഷമുള്ള തണുത്ത പാലാണ് ഞാൻ ചേർക്കുന്നത്. പാല് ചേർക്കുമ്പോൾ ബ്രെഡ് ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടും. പാല് ചേർത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് 3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ കിസ്മിസും ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ബ്രെഡ് ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.